കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാര്യം വരുന്നില്ല. ആദ്യം തന്നെ അഡ്രിയാൻ ലൂണ ക്ലബ്ബ് വിട്ടു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. അഡ്രിയാൻ ലൂണയ്ക്ക് ശേഷം പിന്നെ ടിയാഗോ ആൽവസ് പോയി, നോവ സദോയി പോയി, അതുപോലെ ഇവാൻ റോഡ്രിഗസ്, കോൾഗോ ഒബീറ്റ, പിന്നെ ലാസ്റ്റ് വിദേശ താരമായ ഡൂസൻ ലഗാറ്റോറും ക്ലബ്ബ് വിട്ടു പോയിരിക്കുന്നു. എന്തായാലും ഈ കാര്യം ഇപ്പോൾ ക്ലബ്ബ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കോൾഗോ ഒബീറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ താരവും ക്ലബ്ബും ന്യൂട്രൽ എഗ്രിമെൻറ്റിൽ വഴിപിരിയുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോൾഗോ ഒബീറ്റ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിന് ശേഷം സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു പ്ലെയറായിരുന്നു ഈ കോൾഗോ ഒബീറ്റ. സൂപ്പർ കപ്പിലെ ടോപ്പ് സ്കോററായിരുന്നു കോൾഗോ ഒബീറ്റ. നമ്മളേറെ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് കോൾഗോ ഒബീറ്റയുടെ സൂപ്പർ കപ്പിലെ പ്രകടനം കണ്ടപ്പോൾ ISL താരം പൊളിച്ചടക്കുമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നോർത്ത് ബ്ലാസ്റ്റേഴ്സും താരവും വഴി പിരിയുകയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ലഗാറ്റോറിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: താങ്ക് യു ഡൂസൻ. ചെറിയൊരു ബൈ പറഞ്ഞ് ഡൂസൻ ലഗാറ്റോറിനെയും. എന്തായാലും ഡൂസൻ ലഗാറ്റോറിൻ്റെ കാര്യത്തിൽ പരസ്പരം സമ്മതിച്ചുകൊണ്ട് ക്ലബ്ബ് വിടുകയായിരുന്നു ഡൂസൻ ലഗാറ്റോർ. എന്തായാലും ഫെബ്രുവരി 15 ISL തുടങ്ങുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. എന്തായാലും ISL തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഒരു ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ചായിരിക്കും കളിപ്പിക്കാൻ സാധ്യത കൂടുതൽ. എന്തായാലും എല്ലാ വിദേശ താരവും ക്ലബ്ബ് വിട്ടുപോയ സാഹചര്യത്തിൽ ഇനി ഇന്ത്യൻ സ്ക്വാഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഏത് ടീമായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിലും മികച്ച രീതിയിലും കളിക്കട്ടെ എന്ന് നമ്മൾ ആരാധകർ ആഗ്രഹിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.